ഹായ് വെൽക്കം ബാക്ക്. ഞാനേ ആലോചിക്കുമായിരുന്നു, നമുക്കൊക്കെ പണ്ട് എത്ര ജീൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജീൻസ് വാങ്ങണത് ഞാൻ 10th മറ്റോ പഠിക്കുമ്പോഴാണ് കേട്ടോ. അന്ന് ഒരേ ഒരു ജീൻസേ ഉള്ളൂ, അതും ബ്ലൂ ഷെയ്ഡ്. അന്ന് ബ്ലൂ ആണ് ഭയങ്കര, ഇപ്പോഴും നമുക്ക് ബ്ലൂ ആണ് വേണ്ടത്, പക്ഷെ അന്ന് ബ്ലൂ ആണ്. പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ് ഏതാണെന്ന് അറിയാമോ? ബ്ലാക്ക്. ഇപ്പോൾ ബ്ലാക്ക് ഒന്നും കാണാറേ ഇല്ല കേട്ടോ. അതും സ്കിന്നി ഫിറ്റ് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരെണ്ണം എന്തായാലും നമ്മളൊരു സ്കിന്നി ഫിറ്റ് വാങ്ങും. പിന്നെ പണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ ഒരു സ്കിന്നി ഫിറ്റ് അല്ലെങ്കിൽ സാധാ നോർമലായിട്ട് ഇങ്ങനെ കിടക്കുന്ന പെൻസിൽ ഫിറ്റ് പോലെ കിടക്കുന്ന പാൻസ് മാത്രം, ജീൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അധികം വെറൈറ്റികളുണ്ട് അല്ലേ? മോംസ് ഫിറ്റ്, റിലാക്സ്, പിന്നെ എന്താ റിലാക്സ്ഡ്, അങ്ങനെ കുറേ ജോഗറും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീൻസ് വാങ്ങാൻ പോയത്, എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ജീൻസ് ഒന്നും ആ സമയത്ത് ആരും ഇടുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊന്ന് ഇട്ടാലോ, കാരണം ക്ലാസ്സിലൊക്കെ എല്ലാവരും ഇട്ടിട്ട് വരുന്നുണ്ട്, എനിക്ക് ഇല്ല. അപ്പം ഞാൻ അങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് ജീൻസ് വാങ്ങാൻ പോയി. അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിയ ശേഷം, അന്ന് എനിക്ക് 30 തന്നെയാണ് ഞാൻ അന്ന് വാങ്ങിയിട്ട്. എനിക്ക് കറക്റ്റ് തന്നെയായിരുന്നു, സ്കിന്നി ഫിറ്റ് തന്നെയായിരുന്നു, ബ്ലൂ ഷെയ്ഡാണ് വാങ്ങിയത്. അപ്പം അന്ന് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്, അമ്മ എന്നോട് പറഞ്ഞു 2 ദിവസം ഉണ്ടാകും, ഇടും, അത് കഴിഞ്ഞിട്ട് അലമാര കയറ്റി വയ്ക്കും എന്ന് കറക്റ്റ് അമ്മ പറഞ്ഞു. പക്ഷേ ഭാഗ്യം കൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ജീൻസ് ഊരിയിട്ടില്ല എന്നതാണ് സത്യം. എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സുകളിൽ ഒന്ന് ഈ ജീൻസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ജീൻസ് ഇട്ടിട്ട് അതിപ്പോൾ ഷോർട്ട് ടോപ്പ് ആയിരിക്കും. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ലെങ്തി ഉള്ള, അതായത് കുർത്തേസൊക്കെ, ഷോർട്ട് ടോപ്പുകൾ അങ്ങനെ ഇടത്തില്ല. അത്യാവശ്യം നമുക്ക് ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ വരെ ഇറക്കമുള്ളതൊക്കെ ഇട്ടിട്ട് ഞാൻ പോകാറ്. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോഴും ഇപ്പോൾ ഷോർട്ട് ടോപ്പുകൾ, ക്രോപ്പ് ടോപ്പുകളൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് ആലോചിക്കുകയായിരുന്നു, ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് ഒരു 3-4 പാൻസുകൾ, അതും ഓരോരോ വെറൈറ്റികളാണ് എടുത്തേക്കുന്നത്. അതിലൊന്ന് സ്കിന്നി ഫിറ്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, പണ്ട് ഞാൻ വാങ്ങിയത് അത് ഞാൻ ഒത്തിരി കാലം ഉപയോഗിച്ചായിരുന്നു കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്നോട് കുറേ നാളായിട്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ബോട്ടം വെയർ പാൻസൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ അപ്പം ഞാൻ ഓർത്തു, എന്തായാലും നല്ല റേറ്റ്, അന്ന് ഞാൻ ജീൻസ് വാങ്ങുമ്പോൾ പോലും എനിക്ക് നല്ല റേറ്റ് ആയിരുന്നു. അപ്പം നമുക്കിങ്ങനെ റേറ്റ് കുറഞ്ഞ് എങ്ങനെ കിട്ടും, അത് നല്ലതായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ ഇതുവരെ ജീൻസിലേക്ക് നോക്കിയതേ ഇല്ല. ഓൺലൈനായിട്ട് ഞാൻ ജീൻസ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തു, എനിക്ക് കിട്ടി. പക്ഷെ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ നമുക്ക് സ്കിന്നി ഫിറ്റ് ജീൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ബ്ലൂ ഷെയ്ഡ് തന്നെ വാങ്ങിക്കണം. ഇതിൻ്റെ തന്നെ 4 ഷെയ്ഡ്, 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം ചെറിയ ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത്. ഇതെല്ലാം 5 പോക്കറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല സിപ്പാണ് ഇതിൻ്റെ വരുന്നത്. ഹൂപ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നല്ല ഫിറ്റായിട്ട് തന്നെ കിടക്കുന്നത്, ഞാൻ ഇട്ട ട്രൈ ഓൺ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതെങ്ങനെ കിടക്കും എന്നുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കോ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഞാൻ എൻ്റെ ലെങ്ത്തിൽ, എനിക്ക് ആങ്കിൾ ലെങ്ത് ആയിട്ടാണ് കിടക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടാണ്. എനിക്ക് 5 അടി 1 ഇഞ്ചൊക്കെയാണ് എൻ്റെ ഹൈറ്റ്, അതായത് 154 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ആങ്കിൾ ലെങ്ത് ആണ് എൻ്റെ ഹൈറ്റ്. എനിക്കിതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആങ്കിളിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം. ബാക്കി എല്ലാ ഫിറ്റിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിങ്ങനെ സ്ട്രെച്ച് ആവുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു ഡെനിമാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെയാണ് ഫാബ്രിക് വരുന്നത്. ഞാനിത് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ വേറെ ഒരു ബ്ലൂ ജീൻസോടെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കാണുമ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോകും. കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ. പിന്നെ എന്താ, ഇപ്പം നമ്മൾ ഈ സ്കിന്നി ഫിറ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, എന്നുവെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വലിയുന്ന ടൈപ്പ് ഒരു ഡെനിമാണ്. എനിക്ക് വേറെ ഇതിൽ ഇഷ്യൂ ഒന്നും തോന്നിയില്ല, കാരണം നല്ല സ്റ്റിച്ചിങ് ആണ്, എവിടെയും സ്റ്റിച്ചിങ് ഒന്നും പോയിട്ടില്ല. നല്ലൊരു പർച്ചേസ് ആയിരിക്കും ഇത്. വേറെ ഒരു പ്രശ്നവും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തതിന് 32 സൈസാണ്. ഇത് 28 തൊട്ട് 34 വരെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ജീൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജീൻസ് എങ്ങനെയാണ് നമ്മൾ വാങ്ങേണ്ടതെന്നുള്ള കാര്യം. എന്നാലും ഞാൻ പറയാം, നമ്മൾ സൈസ് ചാർട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് സൈസ് ചാർട്ട് നോക്കുമ്പോഴത്തേന് അതിലൊരു ഫിഗർ തന്നിട്ടുണ്ടാവും. അതിൽ ഹിപ്പ്, ഷോൾഡർ, വേസ്റ്റ്, നമ്മുടെ ബസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതെല്ലാം നമ്മുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് നോട്ട് ചെയ്ത് അതേപോലെ വാങ്ങിയാൽ മതി കേട്ടോ.
അപ്പോൾ എനിക്ക് ഞാനിത് വാങ്ങിയത് 32 ആയിരുന്നു. 32 എനിക്ക് കറക്റ്റ് സൈസാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വേണം വാങ്ങാനായിട്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 374, അതായത് 374 രൂപയ്ക്കാണ് ഈ ഒരു ജീൻസ് കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഭയങ്കര വർത്തിയായിരിക്കും എന്നുവെച്ചാൽ നല്ലതാടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലെങ്ത് 38 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കോഡ് വന്നിട്ട് 347647051 ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് പാൻസ് വന്നിട്ട് ഒരു വൈറ്റ് ലെഗ് പാൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് കുറേ വെറൈറ്റികളുണ്ട് അല്ലേ, മാംസ് ഫിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഒരു ബേജ് അല്ല, ക്രീം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വാങ്ങിയേക്കണത്. പിന്നെ പണ്ട് നമ്മൾ ഈ വൈറ്റ് ഷെയ്ഡിലേക്കൊന്നും നോക്കുക പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ നോക്കാറില്ല, എൻ്റെ കയ്യിൽ ബ്ലാക്കും ബ്ലൂവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, ഇത് ഇപ്പോഴാണ് ശരിക്കും ട്രെൻഡ്. ഈ ഒരു കളറിൻ്റെ കൂടെ നമ്മൾ ഏതൊരു ടോപ്പ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും, എനിക്കിഷ്ടമാണ്. സോ ഇതിൽ നമുക്ക് 5 പോക്കറ്റ്സ് തന്നെയാണ് വരുന്നത്. ഹൂപ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് നല്ലതാണ് കേട്ടോ. ഞാനിത് വാങ്ങിയത് 30 സൈസാണ്. 30 സൈസ് ഞാൻ ഇട്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് കിടക്കണേന്ന്. നിങ്ങൾക്ക് അങ്ങനെയാണോ വേണ്ടത്, അത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ സൈസ് ചാർട്ട് നോക്കി വേണം വാങ്ങാനായിട്ട്. ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട്, കണ്ടില്ലേ, നല്ലതാണ് കേട്ടോ. നല്ല ഫാബ്രിക്, നല്ല ജീൻസാണിത്. ഞാൻ എന്തുദ്ദേശിച്ചോ അതിനേക്കാളും നല്ല ഒത്തിരി നല്ലതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കണ്ടില്ലേ, വരെ ഓൺലൈനായിട്ട് ജീൻസ് എടുത്തിട്ടില്ല, ഞാൻ എല്ലാം പുറത്ത് പോയിട്ട് വാങ്ങാറ്. അപ്പോഴൊക്കെ എനിക്ക് ജീൻസിന് ഒരു 1000 ആണ് ഏറ്റവും മിനിമം എനിക്ക് ആവാറ്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് ജീൻസ്, ഏതൊരു ജീൻസ് വാങ്ങിയാലും എനിക്ക് അതിൻ്റെ മുകളിൽ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 550 ആണ് കേട്ടോ. 550 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ജീൻസ് കിട്ടുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി എനിക്കിഷ്ടമായി. ഇത് വേസ്റ്റ്, ഇത് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ലെഗ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് കുറച്ചുകൂടെ ഇങ്ങനെ കയറിയായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അത് നോക്കിയൊക്കെ വാങ്ങണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇതാണെങ്കിൽ 26 തൊട്ട് 34 വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കോഡ് വന്നിട്ട് 46597610 ആണ്. ഈ കോഡ് ഞാനിപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേനും അതിൽ കോഡ് പറയുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാമല്ലോ. അത് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ കോഡ് പറയുന്നത്. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ നെക്സ്റ്റ് പാൻസ് വന്നിട്ട് ഒരു കാർഗോ പാൻറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്, ഒരു കാർഗോ പാൻറ്റ്. ഓക്കെ, ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാണ്. ഞാനൊരു ഇതൊരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. 2 പോക്കറ്റൊക്കെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബാൻഡ് എലാസ്റ്റിക്കേറ്റഡ് ആണ്, ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ബോട്ടത്തിൽ വന്നിട്ട് താഴെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ടൈ ഒക്കെ വരുന്നുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സാധനമൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് പോളിസ്റ്ററാണ് കേട്ടോ. പോളിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമൊന്നുമല്ല, സീത്രൂ ഒന്നുമല്ല, അത്യാവശ്യം നല്ല കട്ടിക്ക് വരുന്നതാണ്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റ്, ഇതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. ആ ഒരു റേറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. അല്ലേ, ഇതാണ് അതിൻ്റെ ഫാബ്രിക്, ഇതാണ് ഇതിൻ്റെ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ച് തരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് കണ്ടിട്ട് വാങ്ങുമ്പോൾ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ, ഇങ്ങനത്തെ ഇതൊന്നും അല്ലല്ലോ ഞാൻ കണ്ടത് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ. ഇത് പോക്കറ്റാണ്, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ പോക്കറ്റ് വരുന്നുണ്ട്, 2 സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ജോഗറിൻ്റെ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എനിക്കറിയത്തില്ല. സൈസ് ഞാനിത് മീഡിയം സൈസാണ് ഓർഡർ ചെയ്തതാണ്. ഈ ജോഗറിൽ വരുമ്പോഴത്തേനും നമ്മൾ 32, 36 ഒന്നുമല്ല, മീഡിയം
സ്മോള് അങ്ങനെയൊക്കെയാണ് കേട്ടോ സൈസ് കൊടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. അതായത് എല്ലാവർക്കും ഇത് കിട്ടും. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ചേരും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ സ്ലീവ്ലെസ് ഇടുവാണെങ്കിൽ ഇത്തിരിയോടെ ഭംഗിയായിരിക്കും. സ്ലീവ്ലെസ് ആയിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ടോപ്പൊക്കെ ഇട്ടിട്ട് ഇതിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഫുഡ് വെയർ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഷൂസൊക്കെ ഇടുമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഷൂസ് നല്ല ഭംഗിയായിരിക്കും. ഷൂസും ഈ ഒരു കാർഗോയും പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലീവ് ഇടാം. ഞാനിട്ട ആ സ്ലീവ് ടീഷർട്ട് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഈവൻ നമ്മുടെ സ്ലീവ്ലെസ് ഉണ്ടല്ലോ, സ്ലീവ്ലെസ് ഇട്ടാലും നല്ല രസമായിരിക്കും. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 260 റുപ്പീസ് ഉള്ളി, 260 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലതാണ്. ആ റേറ്റിൽ എന്താണേലും വൃത്തിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ കോഡ് വന്നിട്ട് 43760418 ആണ് ഇതിൻ്റെ കോഡ് വന്നിട്ട്. സോ നമ്മുടെ അടുത്ത ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ കാണിച്ച ആ ബ്ലൂ ഉണ്ടല്ലോ, ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചത് ആ ബ്ലൂ ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഓഫ് വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ലെഗ് പാൻസ്, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നും. കാരണം ഞാൻ ഇത് വാങ്ങിക്കണത് 32 ആണ്, അത് 30 സൈസിലാണ് വാങ്ങിയത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പോലെ ഇഷ്ടപ്പെട്ടു ഇട്ടപ്പോൾ. പക്ഷേ എനിക്ക് വേസ്റ്റിൻ്റെ അവിടെ, അതായത് ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് ലൂസായിരുന്നു. ഓക്കെ, പിന്നെ അത്യാവശ്യം ഇതിനെല്ലാം നല്ല ലെങ്തി ആട്ടോ. ഇതെല്ലാം അതായത് ഞാൻ ഇത്ര ഷോർട്ടാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 അടി 1 ഇഞ്ചാണ്. 154 154 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ നോർമൽ ഇച്ചിരി ടോളായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെയാണ്. ഇപ്പോൾ ഹൈറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഹീൽസ് ഇട്ടിട്ട്, ഹൈ ഹീൽസ് ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷൂസ് ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടും എനിക്ക് ഓക്കെയാണ്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഷൂസൊക്കെ ഇടുവാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഹൈ ഹീൽസ് ആണെങ്കിലും ഒട്ടും തന്നെ അറിയുന്നില്ല. സോ ഇതിനാണെങ്കിൽ സിപ്പൊക്കെ നല്ലതാണ്, നല്ല സിപ്പാണ് കേട്ടോ. കാണിച്ചത് കണ്ടില്ലേ? ഓക്കെ, പിന്നെ ഇതിലും നമുക്ക് പോക്കറ്റ്സ് എല്ലാം പഴയതുപോലെ തന്നെ 5 നമുക്ക് അവൈലബിൾ ആണ്. ഹൂപ്സ് എല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതാ, കണ്ടില്ലേ? സ്റ്റിച്ചിങ് എല്ലാം ഇതുപോലെ വരുന്നത് കണ്ടില്ലേ? സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ 7 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം തന്നെ പല കളേഴ്സിലും അവൈലബിൾ ആണ്, ഈ ഒരൊറ്റ കളറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ബോട്ടം വെയർ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ സൈസും 26 തൊട്ട് 34 വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.